എനിക്കത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എനിക്ക് റിവേഴ്സ് വരുത്താം. പെട്ടെന്ന് റിവേഴ്സ് അങ്ങനെ പറ്റൂല. അത് അതിനൊക്കെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് എനിക്ക് ഒരുപാട് കേസ് കിട്ടുള്ളതാണ് കേട്ടോ. ഒരു നമ്പർ എനിക്ക് ഒരുപാട് കേസ് കിട്ടണം. ഞാൻ കോടതിയിൽ ഒരുപാട് കേസ് കിട്ടുള്ളതെന്ന് ഒരു നമ്പർ തരണം. എന്തോ മനുഷ്യനാ നിങ്ങൾക്ക്. കറക്റ്റ് ആയിട്ടൊന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ? എങ്ങനെയായിരുന്നു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചേനും വഴക്കായിരുന്നു. എവിടെയാണ് തൊടുന്നത്, എവിടെയാണ് പിടിക്കുന്നത്? അതായത് അവൾ എന്ത് സാധനം മേടിച്ചു വെച്ചാൽ ഞാൻ തൊടും, അപ്പൊ വഴക്ക് പറയും. ഓഹോ. പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിവസം മറിഞ്ഞു വീഴാൻ പോയി. ഓഹോ. കാരണം ഞാൻ കയറി പിടിച്ച് അതിന് വഴക്ക് പറഞ്ഞു. ഓ അങ്ങനെ ഉണ്ടല്ലേ. അല്ല വേറെ സംഭവം ചെറുക്കൻ നിൽക്കുന്ന ഞാൻ പറയാത്തത്. പിന്നെ എന്റെ ചെവിയിൽ എഴുതി വെക്കുമായിരുന്നല്ലോ. എടാ വ്യക്തമായിട്ടുള്ള കാര്യം പറ. നിന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം. നിങ്ങളെ മുറിയിൽ എങ്ങനെയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ? ദാമ്പത്യ ജീവിതത്തില് കുറെ വിള്ളലുകൾ ഉണ്ടായിരുന്നു. വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഈ ഇവള് ഒരു ദിവസം റൂമില് ഞാൻ ഇവള് റൂമിൽ നിന്നപ്പോൾ ഞാൻ അകത്ത് ചെന്നു. ഇവളൊരു ചുമന്ന ചുരിദാർ ഇട്ട് നിൽക്കുമായിരുന്നു. പച്ച ചുരിദാറായിരുന്നു അവിടെ പച്ചയായിട്ടിരുന്ന പച്ചയായിരുന്നു എനിക്ക്. പച്ച ചുരിദാർ. ഈ പച്ച ചുരിദാർ ഇട്ടാണ് ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു കറുത്ത ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു. വെള്ളയിൽ പുള്ളിയുള്ള ടീഷർട്ടായിരുന്നു നീ ഇട്ടത്. വെള്ള പുള്ളിയ ടീഷർട്ട്. അല്ല നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കുന്നേ. അല്ല ഇവിടെ നിന്ന് എഴുതുന്നതാണ് കറക്റ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ആപ്പിൾ എടുത്ത് എനിക്ക് തന്നു. ആപ്പിള്. ഞാൻ പറഞ്ഞു ഞാൻ കൈ കഴുകിട്ട് വരാന്ന് പറഞ്ഞു. കൈ കഴുകാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ആപ്പിൾ എവിടെ അടുത്തങ്ങ് തിന്ന്. കൊച്ചല്ല ഞാൻ എടുത്ത് ഞാൻ ആപ്പിൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് കിടക്കാം. ഞാൻ അവളെ കൂടെ കിടന്നില്ല. അപ്പൊ ഇപ്പം പിടിച്ചു കിടത്തിയതാ. ഇപ്പം പിടിച്ചു കിടത്തി കഴിഞ്ഞ ഉടനെ കറണ്ട് പോയി. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തോന്ന് എനിക്കറിയത്തില്ല. കറണ്ട് പോയല്ലേ? ബാക്കിയൊന്നും അറിയത്തില്ല. ബാക്കി എന്തോന്നും വ്യക്തമായില്ലല്ലോ. ഇതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നോട്ടീസ് അയക്കണമല്ലോ. അതിന് എന്ത് ചെലവ് വരും? ഒരു 10,000 രൂപ ആവും. 10,000 രൂപ വെച്ചാ 10,000 രൂപയുടെ ചെലവിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കാര്യം ചെയ്യ്, വക്കീൽ ഒരു നോട്ടീസ് അച്ചടിച്ചിട്ടെ ഇനി ഞങ്ങളുടെ ഞങ്ങൾ പത്രക്കാരനെ കൊടുക്കാം. പത്രത്തിന്റെ ഇടയിൽ വെച്ചിട്ട് കൊച്ചിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം. 50 രൂപ കൊടുത്താൽ മതിയല്ലോ. ഞാൻ പുതിയ ചിക്കൻ സെന്റർ തുടങ്ങുമല്ലേ. വക്കീലിന്റെ നോട്ടീസ് അയക്കുള്ളൂ. അതിന് അത്രയും പൈസ ആവത്തില്ല. കോടതിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കോടതി എല്ലാ സംഭവങ്ങളുണ്ട്. നിങ്ങൾ എഴുതി ഒപ്പിട്. എഴുതി ഒപ്പിട്. എന്തോ ഇട്ട് കറക്കുന്ന നമ്മുടെ ഉണ്ടാക്കുക. അപ്പുറത്തെ വിശമ്പരം ചോദിക്കാന്നല്ലേ ഞാനല്ല ജനലിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയാൻ. വേന എടുത്ത് കളഞ്ഞു. പിന്നെ ഒപ്പിട്ടെ വേന കലക്കി നിങ്ങളെ ബന്ധത്തിന്റെ കാര്യം. ഓ നീണ്ട വരയും കുത്തും. പെട്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ എന്റെ പൊന്നെ. അപ്പൊ ഞാന് ഒരു തീർപ്പ് എഴുതുകയാണ്. എഴുതിയത് വായിക്കാം. ഞാറക്കൽ അപ്പുക്കുട്ടൻ മകൻ രാജേഷും ഭാര്യ മിനിയും തമ്മിലുള്ള ദാമ്പത്യ വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ ഞാറക്കൽ അപ്പുക്കുട്ടനും മകനും തമ്മിലുള്ള ബന്ധം വേർപിരിയുന്നു. എടാ നിന്റെ ദാമ്പത്യ ജീവിതത്തിലല്ല വിള്ളല്, നിന്റെ ബെഡ്റൂമിലാണ് വിള്ളലെന്ന്. അതെങ്ങനെ അച്ഛനെ വേർപെടുത്തുന്നത്? എടാ ഈ കുടുംബത്തിലെ ഒന്നാം തരം ഒളിഞ്ഞോട്ടക്കാരൻ ഇറക്കി വിടറാ. നിന്റെ ചേട്ടൻ സുഭാഷിന്റെ വീട്ടിൽ പോയി ഞാൻ താമസിക്കും. എവിടാ പുള്ളിയുടെ വീട്? അങ്ങ് തെക്കേമലയിലാണ്. അപ്പൊ തെക്കേമലയിൽ ഒരു കേസും കൂടെ എനിക്കായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.